ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക് സെന്റർ. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെ പേര് lionbridge.com എന്നാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി പോലുള്ള സിമ്പിൾ ജോബ്സ് ആണ്. ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ്സിൽ 99% ഫേക്ക് ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു പേയ്മെന്റ് കൊടുത്തിട്ട് ഒരു ജോബ് ആക്സെപ്റ്റ് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ അതിൽ കുറേ മിസ്റ്റേക്സ് കണ്ടുപിടിക്കും. എന്നിട്ട് പറയും നിങ്ങളുടെ ഈ ജോബ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മാസം നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഹാർഡ് വർക്ക് നിങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എല്ലാം വേസ്റ്റ് ആവും. അതും നിങ്ങളൊരു പേയ്മെന്റ് ചിലപ്പോൾ ഇനീഷ്യലി ഒരു 4,000 or 2,000 പേയ്മെന്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ വർക്ക് തന്നെ കിട്ടുന്നത്. സോ അങ്ങനെ കുറെ പൈസ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാവുന്ന രീതിയിൽ ഞാൻ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഫേക്ക് ആണ്, ഇങ്ങനെയുള്ള ഡാറ്റ എൻട്രി ജോബ്സ് എല്ലാം ഫേക്ക് ആണെന്നുള്ളത്. പക്ഷെ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യേണ്ട, ഇന്ത്യയിലും അവൈലബിൾ ആണ്, ഗ്ലോബൽ വെബ്സൈറ്റ് ആണിത്. നിങ്ങൾക്കിപ്പോൾ US വർക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. അതുമല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. ഡാറ്റ എൻട്രി, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, ക്യൂറേറ്റർ ജോബ്സ് മുതലായ ഒരുപാട് ജോബ്സ് ഇതിൽ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന വെബ്സൈറ്റിൽ ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ ചെന്ന് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ ജോബ്സ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവരുടെ മാപ്പിൽ നിന്ന് ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ വളരെ കുറച്ച് ജോബ്സേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഗ്ലോബലി വർക്ക് ചെയ്യാം, വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാം. അതും ഇത് ജെന്യുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ്. മറ്റൊരു കാര്യം, ഇതിൽ പേപ്പാൽ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവർ ആക്സെപ്റ്റ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നത് ഡയറക്റ്റ് നിങ്ങൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലായിരിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പേപ്പാൽ പോലെ പയനീർ അക്കൗണ്ട് എന്ന് പറഞ്ഞ മറ്റൊരു അക്കൗണ്ട് ഉണ്ട്. അതിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ ആ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് പേയ്മെന്റ് ലഭിക്കുന്നതാണ്. സോ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് ഒന്ന് എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് lionbridge.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് ലോകത്തെവിടെ നിന്നും വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അതായത് വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ ജോബ് സെലക്ട് ചെയ്യുമ്പോൾ കൺട്രി വൈസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ് എല്ലാം ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതിൽ വെബ്സൈറ്റ് റേറ്റിംഗ്, അതുപോലെ തന്നെ മറ്റ് പ്രോഡക്റ്റ് റേറ്റിംഗ് മുതലായ എല്ലാ ടൈപ്പ് ജോബ്സും ഇതിൽ അവൈലബിൾ ആണ്. ചില കമ്പനീസ് നിങ്ങൾക്ക് ഡാറ്റ എൻട്രി പോലത്തെ വർക്കും പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ആദ്യം നിങ്ങൾ ഇതിൽ സൈനപ്പ് ചെയ്ത് അവരായിട്ട് കോൺടാക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വർക്കിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ലയൺബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ കമ്പനി ഏകദേശം 20 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. നിങ്ങൾക്കിവിടെ താഴെ സ്ക്രോൾ ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ജോയിൻ അവർ ടീം എന്ന് പറയുന്ന ഈ മുകളിൽ കാണുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ജോബ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്റ്റ് ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക, കൺട്രിയും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ ചെറിയൊരു മെസ്സേജ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് അവർ റിപ്ലൈ ചെയ്യും ഏത് ടൈപ്പ് വർക്ക്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ സാധാരണ രീതിയിൽ 4 ഓപ്ഷൻസാണ് വർക്കിനായിട്ടുള്ള ഓപ്പണിങ്സിൽ വരുന്നത്. കോർപ്പറേറ്റ് അസോസിയേറ്റ്സ് ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏകദേശം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ട്രാൻസ്ലേറ്റേഴ്സ് ആൻഡ് ഏജൻസീസ്, അതല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റേഴ്സ്, റേറ്റേഴ്സ് ആൻഡ് ക്യൂറേറ്റേഴ്സ്. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹോം ബേസ്ഡ് ജോബ് വർക്കേഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എന്ന്. അതായത് സ്റ്റുഡൻസിന് വരെയും ഈ ജോബ് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. ലേൺ മോർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഇതിൻ്റെ FAQ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. ഒരുപാട് ഡൗട്ട്സിന് ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ FAQ എന്ന് പറയുന്നത്. അതായത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. സോ ഇത് ജസ്റ്റ് നിങ്ങൾ ഇപ്പോഴൊന്ന് വായിച്ചു നോക്കുക. അതായത് നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സ് ഓൺലൈനായിട്ട് ക്ലിയർ ചെയ്യാൻ ഇത് മുഖേന നമുക്ക് സഹായിക്കും, ഏതൊരു വെബ്സൈറ്റിലായിക്കോട്ടെ. ഇതിൽ കമ്പനിയുടെ പ്രൊഫൈൽ അവരെന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഡു യു ഹയർ ഫോർ. ഇതിൽ പാർട്ട് ടൈം ജോബ്, വർക്ക് ഫ്രം ഹോം ജോബ് എല്ലാം അവൈലബിൾ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ട് ബേസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക്. നിങ്ങൾക്കിപ്പോൾ ഫുൾ ടൈം വർക്ക് മറ്റൊരു വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാർട്ട് ടൈമായിട്ട് ജോബ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഫുൾ ടൈം ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കുക. ഇപ്പോൾ ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കാറ്റഗറീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് IT ഓർ നോൺ IT പ്രോജക്ട്സ്, ബിസിനസ് പ്രോസസ്സസ്, എല്ലാ ടൈപ്പ് വർക്ക്സും നമുക്ക് ലഭ്യമാണ് ഇതിൽ. അതുപോലെ തന്നെ ഇതിലെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്
മിക്ക പ്രോജക്റ്റിനും നിങ്ങൾക്ക് കിട്ടുന്നത് പെർ ഹവർ റേറ്റ് ആയിരിക്കും, അതായത് മണിക്കൂറിൽ ഇത്ര റേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. ഓരോ കൺട്രി വൈസും ഓരോ റേറ്റ് ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പേപ്പാലിൻ്റെ സഹായം വേണ്ട. ഞാനെപ്പോഴും പറയാറുണ്ട് ഓൺലൈൻ വർക്കെല്ലാം പേപ്പാലിൻ്റെ സഹായത്തോടെയായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ പേപ്പാൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്കിലേക്ക് ഇവർ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. അതുമല്ലെങ്കിൽ പയോനിയർ അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡി, പയോനിയറുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്കും ഇവർ ഡയറക്റ്റ് പ്രോസസ്സ് ചെയ്യും നിങ്ങളുടെ പേയ്മെൻറ്റ്. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാൻ ഫീസ് ഒന്നും ആവശ്യമില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡു ഐ ഹാവ് ടു പേ ടു ജോയിൻ ഓർ പേ എനി ഫീ? നോ, ദർ ഇസ് നോ സൈൻ അപ്പ് ഫീ, നോ മെമ്പർഷിപ്പ് ഫീ, നത്തിങ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ജെനുവിനിറ്റി. കാരണം ഏതൊരു വർക്ക് അറ്റ് ഹോം ബേസ്ഡ് ജോബ്സും നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്താൽ ആദ്യം അവർ പറയുന്നത് 3000 4000 പേ ചെയ്യാൻ ഒരു മാസത്തെ വർക്കിന്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലുള്ള വെബ്സൈറ്റ് എല്ലാം ഒരു 90% അല്ലെങ്കിൽ 95% ഫേക്ക് ആയിരിക്കും. കാരണം നിങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലി തിരക്കുന്നത്. അപ്പോൾ ആ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും പണം മുടക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു ഇതുപോലെ ഒരുപാട് വെബ്സൈറ്റിനെ കുറിച്ച്, അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത്ര എമൗണ്ട് പേ ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഫേക്ക് ആയിരിക്കും, നിങ്ങൾ അതിലൊന്നും ചെന്ന് പെടരുത്. സോ ഈ ഒരു വെബ്സൈറ്റ് നല്ലൊരു ജെനുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ടാണ് ഇതിൻ്റെ റിവ്യൂസ് എല്ലാം കാണിക്കുന്നത്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FAQ തീർച്ചയായിട്ടും വായിച്ച് നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഓരോ കൺട്രി വൈസ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പിന്നിൽ മൗസ് വെക്കുമ്പോൾ ഇതിൽ കാണിക്കും കാനഡ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കാനഡയിലോ അല്ലെങ്കിൽ US-ലോ അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷനിൽ ചില ജോബ്സ് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം ബേസിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ US ആണെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഈ ഒരു മൾട്ടിമീഡിയ ജഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഒന്ന് നോക്കാം. ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ് ടു 20 ഹവേഴ്സാണ്, ഒരു ആഴ്ചയിൽ 20 മണിക്കൂറായിരിക്കും ഈ ഒരു വർക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുണ്ട് യു മസ്റ്റ് ബി ലിവിങ് ഇൻ US ഫോർ ദ ലാസ്റ്റ് 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. 5 വർഷമെങ്കിലും US-ൽ താമസിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ US-ൽ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോബ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. നമുക്കപ്പോൾ ഇന്ത്യ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സൈഡിൽ വന്ന പിന്നിൽ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചൈന, ഈജിപ്റ്റ്, ഹോങ്കോങ്, ഇന്ത്യ. ഓക്കെ, ആ ഇന്ത്യയിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വർക്ക്സ് എല്ലാം വരുന്നത്. അതും ലാംഗ്വേജ് വൈസ് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉറുദു അറിയാവുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പഞ്ചാബി, സിന്ധി, തെലുങ്ക്, തമിഴ്, മലയാളം ഇതിലില്ല, പക്ഷേ ഹിന്ദിയുമുണ്ട്, ഇംഗ്ലീഷുമുണ്ട്. നമുക്കപ്പോൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിലെ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ട്, പാർട്ട് ടൈം ജോബായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. ഇതെല്ലാം നിങ്ങൾ ഡിസ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. റിക്വയർമെൻറ്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. യു മസ്റ്റ് ബി ഫ്ലുവൻറ്റ് ഇൻ റിട്ടൺ ആൻഡ് വെർബൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. യു മസ്റ്റ് ബി ലിവിങ് ഇൻ ഇന്ത്യ ഫോർ 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ജോബാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു Gmail അക്കൗണ്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിലും യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാം. Gmail അക്കൗണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ന്യൂസ്, ഇതിലൊക്കെ ഒരു അറിവുണ്ടായിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനെല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. ഇതെല്ലാം സാധാരണ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ റിക്വയർമെൻറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്. മൊബൈൽ ഫോൺ, Gmail അക്കൗണ്ട്, അതുപോലെ തന്നെ ദിവസവും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു അറിവ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ, ഇതെല്ലാമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ ആർക്ക് വേണമെങ്കിലും ഈ ജോബിന് അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഒരു യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ പാസ്വേഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സ്മോൾ ലെറ്ററും ഒരു അപ്പർ കേസും വേണം ഇതിൽ. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സും വേണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് കിട്ടും. ഇതവരുടെ സാപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇന്നർ പേജ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡാറ്റ, വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ഒരു ബയോഡാറ്റ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെല്ലാം ഇത് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വർക്ക്സ് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫുൾ ടൈം വർക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ ലയൺ ബ്രിഡ്ജ് വർക്ക്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അതിൻ്റെ റിവ്യൂസും ഡീറ്റെയിൽസൊക്കെ കിട്ടും. ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവറേജ് ലയൺ ബ്രിഡ്ജ് ടെക്നോളജി ഹവർലി പേ ചെയ്യുന്നത് ഏകദേശം $10.44 ഒരു ഹവറിന്. അതും ടെസ്റ്റ് ഓപ്പറേറ്റേഴ്സിന് വേണ്ടിയിട്ട്, അതായത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ
വെബ്സൈറ്റ് ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങോ ചെറിയ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത് $10 $10.44 ആയിരിക്കും. അതുപോലെ ഡാറ്റ കളക്ടേഴ്സ്, അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ സെർച്ചൊക്കെ ചെയ്തിട്ട് ഓരോ പ്രോഡക്റ്റിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 1 മണിക്കൂറിന് $25 വരെ ആയിരിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള വലിയ വലിയ വർക്കുകൾക്ക് അതിനനുസരിച്ചുള്ള സാലറിയും കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിസ്റ്റം അനാലിസ്റ്റിന് ഏകദേശം കിട്ടുന്നത് $70,000 വരെയും ഒരു വർഷം ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് കുറച്ച് ഹൈലി ടെക്നിക്കൽ വർക്ക്സ് ആണ് അതെല്ലാം. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഹൗ മച്ച് ഡസ് ലയൺബ്രിഡ്ജ് ടെക്നോളജീസ് ഇൻ ഇന്ത്യ പേ. ദ ആവറേജ് ലയൺബ്രിഡ്ജ് ടെക്നോളജി സാലറി റേഞ്ച് ഫ്രം അപ്രോക്സിമേറ്റ്ലി $130,000 ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റിന് പേ ചെയ്യാം ഇവർ ഒരു വർഷത്തെയാണിത്. അതുപോലെ തന്നെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിന് ഒരു വർഷം ഇവർ ഏകദേശം $460,000 വരെ പേ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആരും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്യുക. സോ അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണൽ ഡാറ്റയും അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് അവരുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ എല്ലാവരും ഈ വെബ്സൈറ്റ് ഒന്ന് ട്രൈ ചെയ്യുക, lionbridge.com എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ FAQ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസും ട്രിക്സുമായി ഞാൻ വരുന്നതാണ്. സോ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.